ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ ഉടമയും ദീർഘകാലം നിയമസഭാംഗവുമായിരുന്ന NP മൊയ്തീൻ ഇനി ഓർമ്മ. ഉത്സാഹശാലിയായ ഒരു പൊതുപ്രവർത്തകനെയാണ് നാടിന് നഷ്ടമായിരിക്കുന്നത്. ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് പ്രധാന വാർത്തകളിലേക്ക്. അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവിന് നാടിന്റെ അന്ത്യാഞ്ജലി. അന്തിമോപചാരം അർപ്പിക്കാൻ ആയിരങ്ങൾ. ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള മഹത് വ്യക്തികളെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുന്നത് സാംസ്കാരിക കേരളത്തിന് ആശങ്കയുണ്ടെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ. മൂന്നാറിലെ തോട്ടം തൊഴിലാളികളുടെ സമരം തികച്ചും ന്യായമാണെന്നും ഇക്കാര്യത്തിൽ കമ്പനി നിരുത്തരവാദപരമായ സമീപനമാണ് സ്വീകരിച്ചതെന്നും KPCC പ്രസിഡന്റ് VM സുധീരൻ. വാർത്തകൾ വിശദമായി. ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള മഹത് വ്യക്തികളെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുന്നത് സാംസ്കാരിക കേരളത്തിന് ആശങ്കയുണ്ടെന്നും കേരളത്തിലെ ശ്രീനാരായണീയരും ഇവിടുത്തെ വിവിധ മതവിഭാഗങ്ങളും ഒരുമിച്ച് അധ്വാനിച്ചുണ്ടാക്കിയെടുത്തതാണ് ഈ സൌഹൃദ അന്തരീക്ഷമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ കോഴിക്കോട് ടാഗോർ ഹാളിൽ നടന്ന മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന നേതൃസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള മഹത് വ്യക്തികളെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുന്നത് സാംസ്കാരിക കേരളത്തിന് ആശങ്കയുണ്ടെന്നും കേരളത്തിലെ ശ്രീനാരായണീയരും ഇവിടത്തെ വിവിധ മതവിഭാഗങ്ങളും ഒരുമിച്ച് അധ്വാനിച്ചുണ്ടാക്കിയെടുത്തതാണ് ഈ സൌഹൃദ അന്തരീക്ഷമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ. അത് കാത്തുസൂക്ഷിക്കേണ്ടത് രാഷ്ട്രീയ സാംസ്കാരിക കേരളത്തിന്റെ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോഴിക്കോട് ടാഗോർ സെന്റനറി ഹാളിൽ നടന്ന മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന നേതൃസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള വ്യക്തിത്വങ്ങളെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുന്നത് സാംസ്കാരിക കേരളത്തിന് ആശങ്കയുണ്ട്. കേരളത്തിലെ ശ്രീനാരായണീയർ ഇവിടുത്തെ വിവിധ മതവിഭാഗങ്ങൾ ഒന്നിച്ച് അധ്വാനിച്ച് ഉണ്ടാക്കിയെടുത്തതാണ് നമ്മുടെ നാടിന്റെ സൗഹൃദ അന്തരീക്ഷം. അത് കാത്തു സൂക്ഷിക്കുക ഇവിടുത്തെ രാഷ്ട്രീയ സാംസ്കാരിക നേതൃത്വങ്ങളുടെ ഉത്തരവാദിത്തം. ലീഗ് അഖിലേന്ത്യാ പ്രസിഡന്റ് അഹമ്മദ് MP മുഖ്യാതിഥിയായിരുന്നു. പരിപാടിയുടെ ഭാഗമായി മുസ്ലിം ലീഗും ബഹുസ്വര സമൂഹവും ന്യൂനപക്ഷ വിരുദ്ധതയുടെ രാഷ്ട്രീയം കേരളത്തിൽ എന്നീ വിഷയങ്ങൾ ചർച്ച ചെയ്തു. ലീഗ് നേതാക്കളായ CK സുബൈർ, PM സാദിഖ് അലി, അബ്ദുൽ സമദ് സമദാനി, KPM മജീദ്, ഡോക്ടർ MK മുനീർ, MI തങ്ങൾ, KM ഷാജി MLA, KNA ഖാദർ MLA എന്നിവർ പങ്കെടുത്തു. അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ MLAയുമായ NP മൊയ്തീന് കോഴിക്കോടിന്റെ അന്ത്യാഞ്ജലി. DCC ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ സമൂഹത്തിന്റെ നാനാതുറകളിൽപ്പെട്ട പ്രമുഖർ അന്തിമോപചാരം അർപ്പിച്ചു. തുടർന്ന് കണ്ണമ്പറമ്പ് ഖബർസ്ഥാനിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു. മലബാറിൽ നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കളിലെ അവസാന കണ്ണികളിലൊരാളാണ് വെള്ളിയാഴ്ച കോഴിക്കോട് വിട പറഞ്ഞ NP മൊയ്തീൻ. കോൺഗ്രസിൽ AK ആന്റണി അടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ സമകാലീനായ മൊയ്തീൻ അക്കാലത്തെ ഉത്സാഹശാലിയായ പൊതുപ്രവർത്തകനായാണ് ശ്രദ്ധേയനായത്. പാരമ്പര്യമുള്ള കോൺഗ്രസുകാരൻ എന്ന പദവിയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. മലബാറിലെ പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന NP അബുവിന്റെ മകൻ എന്ന നിലയിലാണ് അദ്ദേഹം പാരമ്പര്യത്തിന്റെ കണ്ണിയായത്. ധീരദേശാഭിമാനി മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബായിരുന്നു മൊയ്തീന്റെ രാഷ്ട്രീയ യൗവനത്തിലെ റോൾ മോഡൽ. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മൊയ്തീൻ ശ്രദ്ധേയനായത് CPMന്റെ കോട്ടയായി അറിയപ്പെടുന്ന ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ അട്ടിമറി വിജയം നേടിയായിരുന്നു. 1977 പ്രമുഖ CPM നേതാവ് ചാത്തോണി മാസ്റ്ററെ പരാജയപ്പെടുത്തിയാണ് മൊയ്തീൻ ചരിത്രം രചിച്ചത്. തുടർന്ന് 1980 LDF മുന്നണി സ്ഥാനാർത്ഥിയായ MK അബ്ദുള്ളക്കോയെ പരാജയപ്പെടുത്തി. 1982 കോഴിക്കോട് 2ാം നിയോജക മണ്ഡലത്തിൽ നിന്നും 1987 നാദാപുരത്തു നിന്നും നിയമസഭയിലേക്കും മത്സരിച്ചു. 1980 നിയമസഭയിൽ ഉപനേതാവായിരുന്നു. 11 വർഷം തുടർച്ചയായി കോഴിക്കോട് DCC പ്രസിഡന്റായിരുന്നു.
2008 അവസാനത്തിലാണ് ക്യാൻസർ രോഗം പിടിപെട്ടത്. കഴിഞ്ഞ 2 വർഷമായി രോഗം മൂർച്ഛിച്ച അവസ്ഥയിലായിരുന്നു. കോഴിക്കോട് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ സമൂഹത്തിന്റെ നാനാതുറകളിൽപ്പെട്ടവർ ഒഴുകിയെത്തി. എംപിമാരായ MK രാഘവൻ, MI ഷാനവാസ്, മുൻ MP വീരേന്ദ്രകുമാർ, CPI ജില്ലാ സെക്രട്ടറി TB ബാലൻ, KPCC സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് പ്രവീൺകുമാർ, അഡ്വക്കേറ്റ് T സിദ്ദിഖ്, ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് M വീരാൻകുട്ടി, DCC ജനറൽ സെക്രട്ടറി KV സുബ്രഹ്മണ്യൻ, ചലച്ചിത്ര താരം മാമുക്കോയ, DCC പ്രസിഡന്റ് KC അബു, ഫിയാഫ് വൈസ് പ്രസിഡന്റ് PV ഗംഗാധരൻ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിക്കാനെത്തി. കോഴിക്കോട് കണ്ണംപറമ്പ് ഖബർസ്ഥാനിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു. ആദർശ രാഷ്ട്രീയത്തിന്റെയും മതേതരത്വത്തിന്റെയും പ്രതീകമായിരുന്നു NP മൊയ്തീനെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ അനുസ്മരിച്ചു. നിയമസഭാംഗം എന്ന നിലയിൽ മികച്ച പ്രവർത്തനമാണ് അദ്ദേഹം കാഴ്ചവെച്ചതെന്നും മലബാറിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് മികച്ച സംഭാവനകളാണ് അദ്ദേഹം നൽകിയതെന്നും അദ്ദേഹം അനുസ്മരിച്ചു. മതേതരത്വത്തിന്റെ പ്രതീകമായിരുന്നു അദ്ദേഹം. തനിക്ക് വഴികാട്ടിയായ ആശയങ്ങൾ മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബിന്റെയും അതുപോലെ തന്നെ ഈ മൊയ്തു മൗലവിയുടെയും ആശയങ്ങളോട് എന്നും കൂറുപുലർത്തി തൻ്റെ വന്യപിതാവ് അബു സാഹിബിൻ്റെ പാതയിലൂടെ അദ്ദേഹം മുന്നോട്ട് പോയി. അദ്ദേഹത്തിൻ്റെ വേർപാടിലൂടെ പഴയ തലമുറയും പുതിയ തലമുറയും തമ്മിലുള്ള ആ ബന്ധത്തിൻ്റെ ഒരു സുപ്രധാനമായൊരു കണ്ണിയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അധികാരത്തിനു വേണ്ടി വർഗീയവാദികളുടെ മുന്നിൽ മുട്ടുമടക്കുവാൻ LDF തയ്യാറല്ലെന്ന് NCP സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയൻ. ശ്രീനാരായണ ഗുരുദേവന്റെ പ്രതിമ തകർത്തതിനു ശേഷം മതവികാരം ഇളക്കിവിടാൻ BJP ശ്രമിച്ചാൽ അത് കേരളത്തിൽ വിലപോകില്ല. കേവലം 4 വോട്ടുകൾക്ക് വേണ്ടി BJPയുമായി ഒത്തുകളിക്കുന്ന UDF മതേതരത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറണമെന്നും ഉഴവൂർ വിജയൻ ആവശ്യപ്പെട്ടു. അധികാരത്തിനു വേണ്ടി വർഗീയവാദികളുടെ മുന്നിൽ മുട്ടുമടക്കുന്ന ഒരു നിലപാട് പണ്ട് മുതലേ LDFിനില്ല. അത് കുറെ കൂടി കടുപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ്. വർഗീയതയുമായി സന്ധി ചെയ്ത് കേവലം 4 സീറ്റോ 4 വോട്ടോ നേടിയെടുക്കുന്നതിനോട് യോജിപ്പില്ല. അത് ഇനി ആര് തന്നെയായിരുന്നാലും മതവികാരം ഇളക്കിവിടുന്നതിന് BJP പരമാവധി ശ്രമിക്കുന്നുണ്ട്. ശ്രീനാരായണ ഗുരുദേവന്റെ പ്രതിമ അടിച്ചു തകർത്തതിനു ശേഷം പോലീസ് കസ്റ്റഡിയിലെടുത്തവർക്ക് ഈ സംസ്ഥാനത്തെ ഭരണകൂടം ഇവിടുത്തെ പോലീസ് സല്യൂട്ട് ചെയ്ത് പറഞ്ഞയക്കുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. NCPയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് വിവിധ കേന്ദ്രങ്ങളിൽ മതനിരപേക്ഷ കൂട്ടായ്മ സംഘടിപ്പിക്കും. സെപ്റ്റംബർ 13-ന് പെരുമ്പാവൂരിലും 14-ന് കൊല്ലത്തും 15-ന് മലപ്പുറത്തും മേഖലാ ശില്പശാല സംഘടിപ്പിക്കും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പൊതുസമ്മതരായ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുവാൻ ശ്രമിച്ചവരെ തിരഞ്ഞെടുപ്പിൽ വോട്ടർമാർ അട്ടിമറിക്കും. അഴിമതി ചൂണ്ടിക്കാണിച്ച കൺസ്യൂമർ ഫെഡ് MD ടോമിൻ തച്ചങ്കരി പുറത്തും അഴിമതി നടത്തിയ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ കൂടുതൽ സംരക്ഷണം നൽകുന്ന സ്ഥിതിയാണ് ഉള്ളത് എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു എന്നും ഉഴവൂർ വിജയൻ പറഞ്ഞു. മുക്കം മുഹമ്മദ്, ജോബ് കാട്ടൂർ, അഡ്വക്കേറ്റ് സൂര്യനാരായണൻ, CR സുനിൽ സിംഗ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മൂന്നാറിലെ തോട്ടം തൊഴിലാളികൾ നടത്തിവരുന്ന സമരം തികച്ചും ന്യായമാണെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. കമ്പനി തൊഴിലാളികളോട് നിരുത്തരവാദപരമായ സമീപനമാണ് സ്വീകരിച്ചതെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. മൂന്നാറിൽ തോട്ടം തൊഴിലാളികൾ നടത്തിവരുന്ന സമരം തികച്ചും ന്യായമാണ്. അവരോട് കമ്പനി നടത്തി വന്നിരുന്ന സമീപനം, അവരോടുള്ള സമീപനം, അവരുടെ ജീവിതാവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ എത്രമാത്രം നിരുത്തരവാദപരമായ സമീപനമാണ് മാനേജ്മെന്റ് സ്വീകരിച്ചിരുന്നത് എന്നുള്ളത് ഇപ്പോൾ വരുന്ന മാധ്യമ റിപ്പോർട്ടുകളിൽ കൂടുതൽ അറിയാൻ സാധിച്ചിട്ടുണ്ട്. വാർത്തകളിൽ ഒരിടവേള. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്.
മലബാറിന്റെ ആഘോഷങ്ങൾ ഞങ്ങളെക്കാൾ മറ്റാർക്കറിയാം. സിൽക്കി വെഡിങ്സ്, സ്വപ്നനഗരി, കോഴിക്കോട്. ഇപ്രാവശ്യമെങ്കിലും മനസ്സ് നിറഞ്ഞ് സ്വർണ്ണം എടുക്കണം കേട്ടോ. കഴിഞ്ഞ തവണ തന്നെ മനസ്സിന് ഒട്ടും തൃപ്തിയായില്ല. അതെങ്ങനെയാ? ആകെ 5 എണ്ണം കണ്ടിട്ട് അതിൽ നിന്ന് 1 തെരഞ്ഞെടുക്കാൻ പറഞ്ഞ മനസ്സിന് എങ്ങനെ തൃപ്തി വരും? കാശ് എണ്ണിക്കൊടുത്ത് വാങ്ങിക്കണതല്ലേ. കഴിഞ്ഞ തവണ നമ്മൾ നിറയെ കടകളിൽ കയറി ഇറങ്ങി, എന്നിട്ട് മനസ്സിന് പിടിച്ചത് കിട്ടിയില്ല. ബുദ്ധിയുള്ളവർ കല്യാൺ ജ്വല്ലേഴ്സിൽ പോകും. അവിടെ ആവുമ്പോ നമുക്ക് തെരഞ്ഞെടുക്കാം ആയിരക്കണക്കിന് ഡിസൈനുകളിൽ നിന്ന്. അതാണ് പുതിയ വലിയ കളക്ഷൻ ഉൾപ്പെടെ 7 പുതുമകളുമായി കല്യാൺ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കാലിക്കറ്റ്. എന്നാലേ ഞങ്ങളുടെ ഫിനിഷിംഗ് പോയിന്റ് അവിടെയാ. കല്യാൺ സിൽക്സിൽ. കല്യാൺ സിൽക്സ് ഓണോത്സവം 2015. ദിവസേന നേടൂ സ്കൂട്ടർ, TV, വാഷിംഗ് മെഷീൻ, AC, സ്മാർട്ട് ഫോൺ, ഗിഫ്റ്റ് വൗച്ചറുകൾ. ആഴ്ചതോറും നേടൂ കാർ. ബമ്പർ സമ്മാനം 101 പവൻ സ്വർണം. അങ്ങനെ 1.5 കോടി രൂപയുടെ സമ്മാനങ്ങൾ. ഓണക്കോടിയോടൊപ്പം 1.5 കോടി. കല്യാൺ സിൽക്സ്. വാർത്തകൾ തുടരുന്നു. IT പാഠപുസ്തകം പിൻവലിച്ച നടപടി പുനഃപരിശോധിക്കണമെന്ന് കേരള കമ്പ്യൂട്ടർ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് M. രാജൻ ഈ ആവശ്യം ഉന്നയിച്ച് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. അസോസിയേഷന്റെ ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള കമ്പ്യൂട്ടർ ടീച്ചേഴ്സ് അസോസിയേഷന്റെ ജില്ലാ കൺവെൻഷൻ ശിക്ഷാ സദനിലാണ് നടന്നത്. സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് M. രാജൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും വെച്ചൊന്ന് അവസാനിപ്പിക്കാം. ആ അവസാനിപ്പിക്കേണ്ട ഭാഗമായിട്ട് സെക്രട്ടറി പറഞ്ഞ മുഖ്യമന്ത്രിയെ ഞങ്ങൾ നിവേദനം കൊടുത്തിട്ടുള്ള മുഖ്യമന്ത്രിയെ ഞാൻ പറഞ്ഞ ഓണറേറിയം വേണമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയെ കാണാനുള്ള ഒരു തീരുമാനം നമ്മളെടുത്തു. ജനറൽ സെക്രട്ടറി ബിന്ദുമോൾ K അധ്യക്ഷം വഹിച്ചു. ട്രഷറർ PG മിനി, P. രജിതകുമാരി, AP രാധ എന്നിവർ സംസാരിച്ചു. IT പുസ്തകം പിൻവലിച്ച നടപടി പിൻവലിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. ജോലി സ്ഥിരത ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് തിരുവനന്തപുരത്ത് നിവേദനം നൽകുവാനും യോഗത്തിൽ തീരുമാനമായി. നിവേദനത്തിൽ പറയുന്ന ആവശ്യങ്ങൾ നടപ്പാക്കാൻ കാലതാമസം നേരിട്ടാൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും സംഘടനാ നേതൃത്വം പറഞ്ഞു. വിവിധ പരിസ്ഥിതി സംഘടനകളുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ശിക്ഷാ സദനിൽ തണ്ണീർത്തട സംരക്ഷണ സെമിനാർ സംഘടിപ്പിച്ചു. കുടിനീർ സംരക്ഷണത്തിന്റെ ആവശ്യകത എന്ന വിഷയത്തിൽ ഡോക്ടർ A. അച്യുതൻ ക്ലാസ് എടുത്തു. തണ്ണീർത്തട സംരക്ഷണത്തിനായി വിവിധ പരിസ്ഥിതി സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട്ട് തണ്ണീർത്തട സംരക്ഷണ സെമിനാർ സംഘടിപ്പിച്ചു. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിന്റെ ആവിർഭാവവും അകാലചരമവും എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് KV ഷാജി, തണ്ണീർത്തടങ്ങളും മത്സ്യസമ്പത്തും എന്ന വിഷയത്തിൽ ഡോക്ടർ CP ഷാജി, കേരളത്തിലെ തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണം എന്ന വിഷയത്തിൽ ഡെപ്യൂട്ടി കൺസർവേറ്റർ KV ഉത്തമൻ, കൈലാസത്തിലെ കാഴ്ചകൾ മലകളുടെ സംരക്ഷണത്തിന്റെ അനിവാര്യത എന്ന വിഷയത്തിൽ രാജ നന്ദിനി, നിയമലംഘനങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നതിന്റെ ആവശ്യകതയും മാർഗങ്ങളും എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് M. ബിജു, കുടിനീര് സംരക്ഷണത്തിന്റെ ആവശ്യകത എന്ന വിഷയത്തിൽ ഡോക്ടർ A. അച്യുതൻ എന്നിവർ ക്ലാസുകൾ എടുത്തു. തണ്ണീർത്തട സംരക്ഷണത്തിന്റെയും ജലസംരക്ഷണത്തിന്റെയും അഭാവം കേരളത്തെ മരുവൽക്കരണത്തിലേക്ക് നയിക്കും. തണ്ണീർത്തടം നശിക്കുന്നതും തരം മാറ്റി ഉപയോഗിക്കുന്നതും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നതും തികഞ്ഞ അജ്ഞതയുമാണ് സൂചിപ്പിക്കുന്നതെന്ന് സെമിനാറിൽ പങ്കെടുത്ത് സംസാരിച്ചവർ പറഞ്ഞു. കേരളത്തിലെ പരിസ്ഥിതിയെ ഇങ്ങനെ അലങ്കോലപ്പെടുത്തുന്നതിന് ഉത്തരവാദികൾ പരിസ്ഥിതി പ്രവർത്തകരാണ്, പരിസ്ഥിതി സംഘടനകളാണ്, സംശയമില്ല. സാഹിത്യ അക്കാദമിയും അന്വേഷിയുടെ സംഘടിത വനിതാ മാസികയും സംയുക്തമായി മലയാള കവിത വായനയും ദർശനവും എന്ന വിഷയത്തിൽ ഏകദിന സിംപോസിയം സംഘടിപ്പിച്ചു. ഡോക്ടർ TV സുനിത മുഖ്യപ്രഭാഷണം നടത്തി. സാഹിത്യ അക്കാദമിയും അന്വേഷിയുടെ സംഘടിത വനിതാ മാസികയും സംയുക്തമായി മലയാള കവിത വായനയും ദർശനവും എന്ന വിഷയത്തിൽ ഏകദിന സിംപോസിയം സംഘടിപ്പിച്ചു. കോഴിക്കോട് ചിന്താവിളപ്പ് ശിക്ഷാ സദൻ ഹാളിൽ നടന്ന പരിപാടി സാഹിത്യ അക്കാദമി മലയാളം ഉപദേശക സമിതി അംഗം സാവിത്രി രാജീവൻ ഉദ്ഘാടനം ചെയ്തു. അനുഭവങ്ങളെയൊക്കെ മാറ്റി തീർക്കുന്ന വിധം യന്ത്രം എങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാവും എന്ന് 90 മുതൽ തന്നെ ചില ടെക്നോളജിസ്റ്റുകൾ പറയുന്നുണ്ട് എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. ആ ജീവിതം ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം യാഥാർത്ഥ്യമായിരിക്കുകയാണ്. കവിതാ ക്യാമ്പ് കോർഡിനേറ്റർ ചാരുലത ആമുഖ ഭാഷണം നടത്തി. ഡോക്ടർ സുനീത TV മുഖ്യപ്രഭാഷണം നടത്തി. അന്വേഷി ഡയറക്ടർ K. അജിത അധ്യക്ഷം വഹിച്ചു. കേന്ദ്ര സാഹിത്യ അക്കാദമി അക്കാദമിക് സ്റ്റാഫ് ജയന്തി, കൽപ്പറ്റ നാരായണൻ, ഷംഷാദ് ഹുസൈൻ KT, KM ഷീബ എന്നിവർ സംസാരിച്ചു. കാവ്യഭാഷ എന്ന വിഷയത്തിൽ PM ഗിരീഷ്, പെൺകവിതാ പാരമ്പര്യം എന്ന വിഷയത്തിൽ VM ഗിരിജ, സാഹിത്യവും ലിംഗപദവിയും എന്ന വിഷയത്തിൽ ഷീബ KM, പുതിയ കവിത പുതിയ ഭാവന എന്ന വിഷയത്തിൽ ഉഷാകുമാരി R, സാഹിത്യം പെണ്ണെഴുതുമ്പോൾ എന്ന വിഷയത്തിൽ ഗിരിജ P. പാതേക്കര എന്നിവർ വിഷയം അവതരിപ്പിച്ചു.
രാജ്യത്തെ സർവകലാശാലകൾ പേരിൽ മാത്രമാണ് സർവകലാശാലകളെന്ന് ചരിത്രകാരൻ MGS നാരായണൻ. ജനകീയ ഉന്നത വിദ്യാഭ്യാസ സമിതിയുടെ നേതൃത്വത്തിൽ ഉന്നത വിദ്യാഭ്യാസം എങ്ങോട്ട് എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച പൊതുസംവാദത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ സർവകലാശാലകളിലെ അക്കാദമിക് സാഹചര്യം വീണ്ടെടുക്കണമെന്ന് ചരിത്രകാരൻ ഡോക്ടർ MGS നാരായണൻ അഭിപ്രായപ്പെട്ടു. വിദ്യാഭ്യാസ മന്ത്രിയുടെ അടുക്കളക്കാരൻ VC നിയമിക്കപ്പെടുന്ന സ്ഥിതിയാണ് നിലവിലുള്ളതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ജനകീയ ഉന്നത വിദ്യാഭ്യാസ സമിതി സംഘടിപ്പിച്ച പൊതുസംവാദത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. അക്കാദമിക രംഗത്തെ മികവ് തെളിയിച്ചയാളെ VC ലഭിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് സർവകലാശാലകളുടെ ഭരണഘടനകൾ തയ്യാറാക്കിയത്. യോഗ്യതയ്ക്ക് അളവുകൾ നിശ്ചയിക്കുകയാണ് UGC പിന്നീട് ചെയ്തത്. നിർഭാഗ്യവശാൽ UGC യോഗ്യത പരിഗണിക്കേണ്ടെന്നാണ് ഇപ്പോൾ പറയുന്നത്. സർവകലാശാല ചട്ടത്തിൽ പറയുന്നതിനാൽ UGC നിബന്ധനകൾക്ക് സാധുതയില്ലെന്നും കാരണമായി പറയുന്നു. ആരെയും VC നിയമിക്കാൻ വേണ്ടിയുള്ളതാണ് UGC യോഗ്യതയെ തള്ളി പറയുന്നത്. കക്ഷി രാഷ്ട്രീയ വീതം വെപ്പിനായി ഇത്തരം നിയമനങ്ങൾ മാറ്റിയെന്നും MGS കുറ്റപ്പെടുത്തി. നമ്മുടെ നാട്ടില് സർവകലാശാലകൾ മറ്റ് സ്ഥാപനങ്ങളെ പോലെ തന്നെ പേരുകൊണ്ട് മാത്രം സർവകലാശാലകളാണ് എന്ന അഭിപ്രായമാണ് വളരെ കാലമായി എനിക്കുള്ളത്. ഉന്നത വിദ്യാഭ്യാസം എങ്ങോട്ട് എന്ന പ്രമേയത്തിൽ നടന്ന ചടങ്ങിൽ കാലിക്കറ്റ് സർവകലാശാലയിലെ മുൻ സിൻഡിക്കേറ്റ് അംഗം RS പണിക്കർ അധ്യക്ഷം വഹിച്ചു. കാലിക്കറ്റ് സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ PV അബ്ദുൽ ഹമീദ്, ഡോക്ടർ P രവീന്ദ്രൻ, ഡോക്ടർ ആസാദ്, ഡോക്ടർ V ചന്ദ്രശേഖരൻ, ഡോക്ടർ CJ ജെയിംസ്, C രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. സ്ത്രീ ശാക്തീകരണത്തിൽ ഒരു പടി കൂടി ചവിട്ടിക്കയറി തെങ്ങിന്റെ മുകളിലെത്തിയിരിക്കുകയാണ് പൈമ്പ്ര നാളികേര ഉൽപാദക ഫെഡറേഷൻ. ഇവിടെ നിന്നും പരിശീലനം ലഭിച്ച 5 സ്ത്രീകളാണ് നീര ചെത്തുന്നത്. ഒരു റിപ്പോർട്ട്. കുടുംബശ്രീയിലൂടെ ആരംഭിച്ച കേരളത്തിലെ സ്ത്രീകളുടെ വിജയഗാഥ ഒരു പടി കൂടി കടന്ന് മുമ്പോട്ട് നീങ്ങുകയാണ്. തെങ്ങുകയറ്റ തൊഴിലിൽ ഏർപ്പെട്ട സ്ത്രീകളുടെ കഥ പുതുമയുള്ളതല്ല. എന്നാൽ പൈമ്പ്ര നാളികേര ഉൽപാദക ഫെഡറേഷന്റെ നേതൃത്വത്തിൽ പരിശീലനം ലഭിച്ച് നീര ചെത്തുന്ന സ്ത്രീകളുടേത് വ്യത്യസ്തമായ വിജയകഥയാണ്. പൈമ്പ്ര സ്വദേശി അരവിന്ദന്റെ വീട്ടിലെ 6ഓളം തെങ്ങുകളിലാണ് സ്ത്രീകളുടെ നേതൃത്വത്തിൽ നീര ചെത്തിയെടുക്കുന്നത്. രാവിലെ തന്നെ ജോലികൾ ആരംഭിക്കുമെന്ന് തൊഴിലിൽ ഏർപ്പെട്ട വിദ്യ പറയുന്നു. തുടക്കത്തിൽ നാട്ടിലെ ചില ആണുങ്ങളെങ്കിലും സ്ത്രീകളുടെ ഈ മരംകയറ്റത്തെ പരിഹസിച്ചിരുന്നു. എന്നാൽ ഇന്ന് പരിഹാസത്തിന് പകരം ലഭിക്കുന്നത് നല്ല വരുമാനവും അംഗീകാരവുമാണെന്ന് വിദ്യ കൂട്ടിച്ചേർക്കുന്നു. വിദ്യയടക്കം 4 പേരാണ് സ്ത്രീകളായി നീര ചെത്തുന്നത്. ഈ രംഗത്ത് മുൻപരിചയമുള്ള ഒരു പുരുഷനും ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. നീരയ്ക്കൊപ്പം നീരയിൽ നിന്നുള്ള മൂല്യവർദ്ധിത നിരവധി ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്നുണ്ട്. നീരയിൽ നിന്നുള്ള വിനാഗിരി ഉപയോഗിച്ചുള്ള അച്ചാർ തുടങ്ങിയ ഉൽപ്പന്നങ്ങളാണ് തയ്യാറാക്കുന്നത്. ഒരിടവേള കൂടി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ജെംസ്റ്റോൺ ജ്വല്ലറി ഫെസ്റ്റിവൽ. അമൂല്യരത്നങ്ങളും അൺകട്ട് ഡയമണ്ടുകളും കോർത്തിണക്കിയ ഓണപ്പൂക്കൾ പോലെ മനോഹരമായ ആഭരണങ്ങൾ. അണിയൂ ഓണത്തിന്റെ വർണ്ണപ്പൊലിമ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. മലബാറിന്റെ ആഘോഷങ്ങൾ ഞങ്ങളെക്കാൾ മറ്റാർക്കറിയാം. സിൽക്കി വെഡിങ്സ്, സ്വപ്നനഗരി, കോഴിക്കോട്. ഇന്ന് തീയതി 10. പെട്ടെന്നാവണം തീരുമാനം. അച്ഛാ, എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ. ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. വാർത്തകൾ തുടരുന്നു. നോവൽ സാഹിത്യം സർഗാത്മകതയിൽ നിന്ന് മാറി സാങ്കേതികതയുടെ വഴിയിലേക്ക് നീങ്ങുകയാണെന്ന് സാഹിത്യകാരൻ M മുകുന്ദൻ. KV മോഹൻകുമാർ, സുധാ രഞ്ജിത്ത് എന്നിവരുടെ പുസ്തകങ്ങൾ കോഴിക്കോട്ട് പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമീപകാലത്തിറങ്ങിയ നോവലുകളിൽ സർഗാത്മകതയില്ലെന്ന് നോവലിസ്റ്റ് M മുകുന്ദൻ അഭിപ്രായപ്പെട്ടു. എല്ലാ നോവലുകളിലും കൂടുതൽ സാങ്കേതികതയാണ്. പലതും വായിക്കുമ്പോൾ എവിടെയോ കേട്ടുപരിചയം തോന്നും. കോഴിക്കോട് മുൻ കലക്ടർ KV മോഹൻകുമാർ രചിച്ച ഉഷ്ണരാശി കരപ്പുറത്തിന്റെ ഇതിഹാസം എന്ന നോവൽ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓർമ്മകൾ നഷ്ടപ്പെടാതിരിക്കാൻ ചരിത്ര നോവലുകൾ ആവശ്യമാണ്. ഓർക്കാനോ ഓർമ്മകൾ പങ്കുവയ്ക്കാനോ ഇന്നത്തെ സമൂഹത്തിന് നേരമില്ല. പാശ്ചാത്യ സംസ്കാരം കേരളത്തിലും പിടിമുറുക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അളകാപുരിയിൽ നടന്ന ചടങ്ങ് MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. സിവിക് ചന്ദ്രൻ പുസ്തകം ഏറ്റുവാങ്ങി.
അടുത്തകാലത്തുണ്ടാക്കുന്ന പല കൃതികളിലും നമ്മൾ കാണുന്ന നോവലുകളിൽ നമ്മൾ കാണുന്നത് ഈ സർഗാത്മകതയേക്കാൾ കൂടുതൽ സാങ്കേതികതയാണ്. പല നോവലുകളും പിന്നെ വായിക്കുമ്പോൾ നമുക്ക് എവിടെയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ എന്ന് തോന്നും. അത് വിക്കിപീഡിയയിലോ നെറ്റിലൊക്കെ കണ്ടിട്ടുള്ള ഒരു തോന്നലാണ് നമുക്ക്. ദേശാഭിമാനി വാരിക എഡിറ്റർ ഡോക്ടർ കെ പി മോഹനൻ പുസ്തകം പരിചയപ്പെടുത്തി. കെ വി മോഹൻകുമാർ രചിച്ച കുഞ്ഞിനുറുമ്പും മാടപ്രാവും എന്ന ബാലസാഹിത്യം കളക്ടർ എൻ പ്രശാന്ത് ആര്യഗോപിക്ക് നൽകി പ്രകാശനം ചെയ്തു. സുധാ രഞ്ജിത്ത് രചിച്ച സംഗീത ശാസ്ത്രകൃതി കർണാടക സംഗീത പാഠം കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി പ്രകാശനം ചെയ്തു. കെ ശ്രീകുമാർ ഏറ്റുവാങ്ങി. ചിത്രകാരൻ ജയകൃഷ്ണനെ യു കെ കുമാരൻ ആദരിച്ചു. പി കെ പാറക്കടവ്, അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള, പി ജെ ജോഷ, നവാസ് പൂനൂർ, എൻ ഇ മനോഹരൻ എന്നിവർ സംസാരിച്ചു. കോഴിക്കോട് കോർപ്പറേഷനിലെ മരാമത്ത് പ്രവൃത്തികൾ ദ്രുതഗതിയിലാക്കാൻ കൌൺസിൽ യോഗത്തിൽ തീരുമാനം. ആദ്യപടിയായി തെരുവ് വിളക്കുകൾ കത്തിക്കാൻ നടപടിയെടുക്കും. നടപ്പാക്കാനുള്ള വികസന പ്രവൃത്തിക്ക് ടെൻഡർ വിളിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മേയർ എ കെ പ്രേമജം പറഞ്ഞു. നഗരത്തിലെ കേടായ മുഴുവൻ തെരുവ് വിളക്കുകളും ഒരാഴ്ചയ്ക്കകം കത്തിക്കാൻ നടപടി സ്വീകരിച്ചതായി കോർപ്പറേഷൻ കൌൺസിലിൽ പ്രഖ്യാപനം. മരാമത്ത് പ്രവൃത്തികൾ വൈകുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത പ്രത്യേക കൌൺസിൽ യോഗത്തിലാണ് ഈ സുപ്രധാന തീരുമാനമെടുത്തത്. മുടങ്ങിക്കിടക്കുന്ന മരാമത്ത് പ്രവൃത്തികളിൽ ടെൻഡർ നടപടി തീരുമാനിക്കുന്നതിനായി ഉടൻ തന്നെ മറ്റൊരു പ്രത്യേക കൌൺസിൽ യോഗം വിളിച്ചു ചേർക്കാനും തീരുമാനിച്ചു. സെപ്റ്റംബർ 4 ചേർന്ന കൌൺസിൽ യോഗത്തിൽ UDF കൊണ്ടുവന്ന അടിയന്തര പ്രമേയം അനുവദിക്കാത്തതുമായി ബന്ധപ്പെട്ടുണ്ടായ സമര കോലാഹലങ്ങൾക്കൊടുവിലാണ് വെള്ളിയാഴ്ച പ്രത്യേക കൌൺസിൽ യോഗം വിളിച്ചു ചേർത്തത്. കോർപ്പറേഷനിൽ നടപ്പാക്കാനുള്ള വികസന പ്രവൃത്തികളുടെ ബാക്കിയുള്ള ഫയലുകൾ തീർപ്പാക്കി ടെൻഡർ വിളിക്കുന്നതിനായി ഉടൻ നടപടി സ്വീകരിക്കുമെന്ന് ചർച്ചയ്ക്ക് മറുപടി പറയവെ മേയർ എ കെ പ്രേമജവും വ്യക്തമാക്കി. നഗരത്തിലെ വികസന പ്രവർത്തനങ്ങൾ സ്തംഭിക്കാൻ കാരണം LDF ഭരണത്തിന്റെ പിടിപ്പുകേടാണെന്ന് UDF കൌൺസിലർമാർ കുറ്റപ്പെടുത്തി. കൌൺസിലർമാരായ CP മുസാഫിർ അഹമ്മദ്, ടി ഹസൻ, ലിംന സുരേഷ്, VK മോഹൻദാസ്, CK രേണുകാദേവി, O സദാശിവൻ, OM ഭരദ്വാജ്, K സിനി, T സുജൻ, T രജനി, B സുധീർ, ചേമ്പിലി വിവേകാനന്ദൻ, KB ബാബുരാജ്, ജാനമ്മ കുഞ്ഞുണ്ണി, അനിത രാജൻ, T മൊയ്തീൻ കോയ, M രാധാകൃഷ്ണൻ, PV അവറാൻ, AT അബ്ദുള്ള കോയ, വിദ്യാ ബാലകൃഷ്ണൻ, AV അൻവർ, K ബാലഗോപാൽ, K സത്യനാഥൻ, KT ബീരാൻ കോയ, സക്രിയ P ഹുസൈൻ, CP സലീം, P കിഷൻചന്ദ്, P ഉഷാദേവി എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ അന്യസംസ്ഥാന യുവാവ് പോലീസ് പിടിയിൽ. ബംഗാൾ സ്വദേശി മെഹബൂബ് ഹസനെയാണ് വടകര CI മനോജും സംഘവും തിരൂരിൽ നിന്നും പിടികൂടിയത്. നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ ബംഗാളി യുവാവിനെയാണ് വടകര CI മനോജും സംഘവും പിടികൂടിയത്. കഴിഞ്ഞ മാസം വടകരയിൽ ഫൈസൽ ജ്വല്ലറിയിൽ നിന്ന് 4 ലക്ഷം രൂപയുടെ വെള്ളി ആഭരണങ്ങൾ കവർന്ന കേസിലും പ്രതിയാണ് ഇദ്ദേഹം. കഴിഞ്ഞ മാസം വടകരയിൽ ഫൈസൽ ജ്വല്ലറിയിൽ നിന്ന് 4 ലക്ഷം രൂപയുടെ വെള്ളിയാഭരണങ്ങൾ കവർന്ന കേസിലും പ്രതിയാണ് ഇയാൾ. ബംഗാൾ സ്വദേശി മെഹബൂബ് ഹസനെയാണ് പോലീസ് തിരൂരിൽ നിന്നും പിടികൂടിയത്. നല്ലളത്ത് നിന്ന് മൊബൈൽ കടയിലും വടകരയിലെ തുണിക്കടയിലും മോഷണം നടത്തിയതായി ഇയാൾ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. തുണിക്കടയിൽ നിന്ന് 80,000 രൂപയാണ് ഇയാൾ കവർന്നത്. ഇയാളുടെ പക്കൽ നിന്ന് വെള്ളിയാഭരണങ്ങളും ലാപ്ടോപ്പും മൊബൈൽ ഫോണുകളും മോഷണത്തിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും പിടിച്ചെടുത്തു. ഏകശിലാ സംസ്കാരം അടിച്ചേൽപ്പിച്ച് രാജ്യത്തിന്റെ ബഹുസ്വരത ഇല്ലാതാക്കാനാണ് സംഘപരിവാർ ഗ്രൂപ്പുകളുടെ ശ്രമമെന്ന് നോവലിസ്റ്റ് P സുരേന്ദ്രൻ. കുൽബർഗി വധം സംഘഭീഷണി ചെറുക്കുക എന്ന തലക്കെട്ടിൽ വെൽഫെയർ പാർട്ടി സംഘടിപ്പിച്ച ജാഗ്രതാ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മനുഷ്യ സമൂഹത്തിനു മുകളിൽ ഫാസിസത്തിന്റെ പുതപ്പ് വിരിക്കാനുള്ള സംഘപരിവാറിന്റെ ശ്രമങ്ങളെ ഒറ്റക്കെട്ടായി ചെറുക്കണമെന്ന് നോവലിസ്റ്റ് P സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. കുൽബുർഗി വധം സംഘഭീഷണി ചെറുക്കുക എന്ന തലക്കെട്ടിൽ വെൽഫെയർ പാർട്ടി സംഘടിപ്പിച്ച ജാഗ്രതാ സദസ്സ് കോഴിക്കോട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏകശിലാ സംസ്കാരം അടിച്ചേൽപ്പിച്ച് രാജ്യത്തിന്റെ ബഹുസ്വരത ഇല്ലാതാക്കാനാണ് സംഘപരിവാർ ഗ്രൂപ്പുകളുടെ ശ്രമം. ഫാസിസം എപ്പോഴും ഭീതിയാണ് വിതയ്ക്കുന്നത്. പ്രശസ്ത എഴുത്തുകാരനെയും സ്വതന്ത്ര ചിന്തകരെയും കൊന്നൊടുക്കുമ്പോൾ മൌനം പുലർത്തുന്ന കേരളത്തിലെ പ്രമുഖ സാംസ്കാരിക പ്രവർത്തകരുടെ നട്ടെല്ല് ഫാസിസത്തിനെ പണയം വെച്ചിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കൽബുർഗി വധത്തില് ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള സംഘപരിവാറിന്റെ ശക്തികളോടും പറയുന്നത് നിങ്ങൾക്ക് തോൽക്കേണ്ടി വരിക തന്നെ ചെയ്യുമെന്നതാണ് ചരിത്രം നേരിടുന്ന ഏറ്റവും വലിയ സത്യം. തോൽക്കുക തന്നെ ചെയ്യും. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടിയിൽ വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് PC ഭാസ്കരൻ അധ്യക്ഷം വഹിച്ചു. രാജൻ നരയൻകുളം, റസാഖ് പാലേരി, ഗംഗാധരൻ കൂത്താളി, മാഹി നേരോത്ത്, സുബൈദ കക്കോടി, ഷംസുദ്ദീൻ ചെറുവാടി, മുസ്തഫ പാലാഴി എന്നിവർ സംസാരിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. പെൻഷൻ ഡ്രോപ്പ് ബോർഡ് തീരുമാനം നടപ്പിലാക്കുക, നകുലൻ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കുക, പുതിയ പെൻഷൻ പരിഷ്കരണം നടത്തുക, പെൻഷൻ ഫണ്ട് മാസ്റ്റർ ട്രസ്റ്റ് അനിശ്ചിതത്വം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSEB പെൻഷനേഴ്സ് അസോസിയേഷൻ പ്രക്ഷോഭം ആരംഭിക്കുന്നു. ഇതിന്റെ ഭാഗമായി സെപ്റ്റംബർ 15-ന് പെൻഷൻ വിതരണ കേന്ദ്രങ്ങളായ ഡിവിഷൻ ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും നടത്തുമെന്നും KSEB പെൻഷനേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു.
കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡിന്റെ ടൂറിസം ഫെസിലിറ്റേഷൻ കേന്ദ്രമായി പ്രവർത്തിച്ചുവരുന്ന കേരള ഹൈഡൽ ടൂറിസം സെന്ററിന്റെ 8ാമത്തെ സർക്യൂട്ട് കക്കയം ഡാമിൽ ഒരുങ്ങുന്നു. സെപ്റ്റംബർ 9 രാവിലെ 11 മണിക്ക് കേരള ഊർജ്ജ വകുപ്പ് മന്ത്രി ആര്യാടൻ മുഹമ്മദ് കക്കയം സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. മലബാർ ഹെവൻ എന്ന് നാമകരണം ചെയ്ത കക്കയം സെന്ററിൽ ജലാശയത്തിൽ കൂടി 15 മിനിറ്റ് ദൈർഘ്യമുള്ള ബോട്ടിംഗ്, സൈക്കിൾ സവാരി എന്നിവയാണ് വിനോദസഞ്ചാരികൾക്കായി ഒരുക്കിയിട്ടുള്ളത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവിന് നാടിന്റെ അന്ത്യാഞ്ജലി. അന്തിമോപചാരം അർപ്പിക്കാൻ ആയിരങ്ങൾ. ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള മഹത് വ്യക്തികളെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുന്നത് സാംസ്കാരിക കേരളത്തിന് ആശങ്കയുണ്ടെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ. മൂന്നാറിലെ തോട്ടം തൊഴിലാളികളുടെ സമരം തികച്ചും ന്യായമാണെന്നും ഇക്കാര്യത്തിൽ കമ്പനി നിരുത്തരവാദപരമായ സമീപനമാണ് സ്വീകരിച്ചതെന്നും കെപിസിസി പ്രസിഡന്റ് VM സുധീരൻ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers. ജില്ലാ വാർത്തകൾ, the one and only telling you across your district. Log on www.jillavartagal.com. Independent, impartial, indivisible, straight to the public. Jilla Vartagal, the one and only daily news across your district. Log on www.jillavartagal.com.